അത് ഈ പ്രാവശ്യം തീരുമാന ബോണസ് വന്നപ്പോൾ അത് കടുത്ത നിലപാട് സ്വീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തുന്നുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കയർ മേഖലയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ, അതിന്റെ ചരിത്രപരമായി നോക്കുമ്പോൾ, നമ്മുടെ പൂർവികരായിട്ടുള്ള സഖാക്കൾ, തൊഴിലാളികൾ വളരെ ചൂഷണത്തിന് വിധേയമാവുകയും അതിലൂടെ ഒട്ടനവധി പോരാട്ടങ്ങളിലൂടെ, സഹന സമരങ്ങളിലൂടെ, രക്തസാക്ഷിത്വത്തിലൂടെ ഇന്ന് നമ്മുടെ ഈ വ്യവസായം ഇന്ന് ഇത്രയും ആധുനികമായി ഉയർന്നു നിൽക്കുന്ന സമരങ്ങളിലൂടെയാണ്. നമുക്കറിയാം, ഈ കൂലി വ്യവസ്ഥ അവിടെ നിന്ന് ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കയർ വ്യവസായ മേഖലയിൽ എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വികേന്ദ്രീകരിച്ചു പോയ വ്യവസായത്തെ കേന്ദ്രീകരിക്കുവാനുള്ള കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ, അതുപോലെ തന്നെ കയർ ഫെഡ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങളൊക്കെ നിലവിൽ വന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള സഖാക്കൾ വലിയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് അതൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ആ അവകാശങ്ങൾ ഓരോന്നായിട്ട് ഇന്ന് തിരിച്ചു പിടിക്കുവാനുള്ള പുതിയ മുതലാളിമാരുടെ ശ്രമത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് നമ്മളിവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വ്യവസായത്തെ തകർക്കുന്നതിന് വേണ്ടി ഒരു ഡിപ്പോ സമ്പ്രദായം ഇവിടെ കൊണ്ടുപോകും. ആ ഡിപ്പോ സമ്പ്രദായത്തിലൂടെ ചെറുകിട സൊസൈറ്റികളെയും അങ്ങനെ എല്ലാ ചെറുകിട വ്യവസായങ്ങളെയും തകർക്കുന്നതിന് വേണ്ടിയാണ് ആ ഡിപ്പോ സമ്പ്രദായം കൊണ്ടുവന്നത്. അതിനെതിരായിട്ട് തിരുവിതാംകൂറിലെയും തൊഴിലാളികൾ വലിയ പ്രക്ഷോഭത്തിലൂടെ ആ ഡിപ്പോ സമ്പ്രദായം നിരോധിക്കപ്പെട്ടു. അത് നിരോധിക്കപ്പെട്ടു കഴിഞ്ഞിട്ട് ക്രയവില സ്ഥിരതാ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കയർ കോർപ്പറേഷൻ വഴി നടപ്പിലാക്കിയ പദ്ധതിയെ തകർക്കുവാനും